ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ഈസി ആയിട്ടുള്ള രസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഞാൻ കുറച്ച് ദിവസം വീഡിയോ ഒന്നും ഇട്ടിട്ട്, കാരണം എന്ന് വെച്ചാൽ ഞാനൊരു ട്രിപ്പിലായിരുന്നു. അപ്പോൾ ഒത്തിരി പേരോട് ഫേസ്ബുക്കിലൊക്കെ മെസ്സേജ് ഇട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്താ ചേച്ചി വീഡിയോ ഒന്നും കാണാത്തതെന്ന്. അത് കുറച്ച് തിരക്കായതുകൊണ്ടാണ്. ഇനി നമ്മളിപ്പോൾ റെഗുലറായിട്ട് വീഡിയോ ഒക്കെ ഇടുന്നതാണ്. അപ്പം ഒത്തിരി പേര് ഇപ്പോൾ നോമ്പായതുകൊണ്ട് വെജിറ്റേറിയൻ റെസിപ്പീസൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് വെജിറ്റേറിയൻ ഈസി ആയിട്ടുള്ള റെസിപ്പീസൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പം നമ്മൾ ഈ ലാസ്റ്റ് ഇട്ട Q&A വീഡിയോയിൽ ഒത്തിരി പേര് വീണ്ടും കുറച്ച് സംശയങ്ങളൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ സെക്കൻഡ് പാർട്ടിൽ അതിൻ്റെ മറുപടി ഞാൻ പറയുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഈ പരിപ്പ് രസം ഉണ്ടാക്കാൻ തുടങ്ങാം. രസം ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം അതിനാവശ്യമായ പരിപ്പൊന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഇവിടെ ഒരു പ്രഷർ കുക്കറിലേക്ക് ഞാനൊരു 2.5 ടേബിൾ സ്പൂൺ തുവരപ്പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. തുവരപ്പരിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാമ്പാറിന് ഉപയോഗിക്കുന്ന പരിപ്പ്. ഇനി ഇത് വെള്ളം ഒഴിച്ചിട്ട് 3-4 പ്രാവശ്യം നന്നായിട്ട് കഴുകിയെടുക്കണം. ഇത് രസത്തിന് ആവശ്യമായ തക്കാളിയാണ്. ഞാനിവിടെ ഈ സൈസിലുള്ള 5 തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വലിയ തക്കാളിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഒരു 3 തക്കാളി എടുത്താൽ മതിയാവും. തക്കാളി നല്ലതുപോലെ കഴുകിയെടുത്തതിന് ശേഷം കനം കുറച്ച് നീളത്തിലുള്ള കഷ്ണങ്ങളായിട്ട് ഇതുപോലെ മുറിച്ചെടുക്കാം. ഈ തക്കാളി എൻ്റെ ടെറസ് ഗാർഡനിലുണ്ടായ തക്കാളിയാണ് കേട്ടോ. പരിപ്പ് ഞാനിവിടെ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് പാകത്തിലുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്കണം. ഞാൻ ഇതിലേക്ക് ഒരു 3 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് കുക്കർ മൂടി 4-5 വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ കുക്കർ സ്റ്റൗവിൽ വെച്ചിട്ട് ഒരു 5 വിസിൽ വന്നു കഴിഞ്ഞ് ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം സ്റ്റീം പോകാനായിട്ട് മാറ്റി വെക്കാം. ഇനി രസം ഉണ്ടാക്കാനായിട്ട് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒന്ന് ചതച്ചെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1.5 ടേബിൾ സ്പൂൺ കുരുമുളക്, 1 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം, ഒരു 18 അല്ലി വെളുത്തുള്ളി. ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി മിക്സിയിൽ ഒരു ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതൊന്ന് നന്നായിട്ട് ചതച്ചെടുക്കണം. കൂടുതൽ അരിഞ്ഞു പോയത് തരിതരിയായിട്ടൊന്ന് ചതച്ചെടുത്താൽ മതി. കുരുമുളകും വെളുത്തുള്ളിയും ജീരകം കൂടി ഈ കാണുന്ന പോലെ തരിതരിപ്പായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. രസത്തിന് ആവശ്യമായ പുളിയാണിത്. ഒരു നെല്ലിക്ക വലുപ്പത്തിൽ വാളൻപുളി 1/2 കപ്പ് വെള്ളമൊഴിച്ച് ഒന്ന് കൈകൊണ്ട് നന്നായിട്ട് തിരുമ്മി എടുത്തതിന് ശേഷം മാറ്റി വെക്കണം. സ്റ്റവ് ഓഫ് ചെയ്തിട്ടിട്ട് ഇപ്പോൾ കുക്കറിൻ്റെ സ്റ്റീമെല്ലാം പോയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. പരിപ്പും തക്കാളിയും എല്ലാം നല്ലതുപോലെ വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് സ്പൂൺ കൊണ്ടൊന്ന് നന്നായിട്ട് ഉടച്ചു കൊടുക്കണം. വീണ്ടും സ്റ്റവ് ഓൺ ചെയ്തതിന് ശേഷം ഇതിലേക്ക് പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. പുളിവെള്ളം ചേർത്തതിന് ശേഷം ഒരു 2-3 മിനിറ്റ് നന്നായിട്ട് തിളപ്പിക്കാം. 2-3 മിനിറ്റ് നന്നായിട്ട് തിളച്ചതിന് ശേഷം ഇതിലേക്ക് നമുക്ക് നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, കുരുമുളക്, ജീരകവും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പുപൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ രസം ഒരു കുറിയ പാകത്തിലാണ് ഇരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെള്ളമെല്ലാം നിങ്ങളുടെ പാകത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് വീണ്ടും ഒന്ന് നന്നായിട്ട് തിളപ്പിക്കണം. രസത്തിൻ്റെ പുളിയും ഉപ്പുമെല്ലാം ഒന്ന് ക്രമീകരിക്കാൻ വേണ്ടി നമുക്ക് ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ശർക്കരയും കൂടി ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് വീണ്ടും ഒന്ന് നന്നായിട്ട് തിളപ്പിക്കണം. ഈ സമയത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പോ പുളിയോ എല്ലാം കുറവുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പും പുളിയും എല്ലാം നമ്മുടെ ടേസ്റ്റിൻ്റെ പാകത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ രസം നന്നായിട്ട് തിളച്ച് പാകമായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം സ്റ്റവ് ഓഫ് ചെയ്യാം. രസത്തിലേക്ക് കടുക് വറുത്തിടാനായിട്ട് ഞാനിവിടെ ഒരു ചീനച്ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായിരുമ്പോൾ അതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യില്ലെങ്കിൽ നല്ലെണ്ണയിൽ വേണമെങ്കിലും കടുക് വറുത്തിടാം നമുക്ക്, അല്ലെങ്കിൽ വെളിച്ചെണ്ണയിലും കുഴപ്പമില്ല. പക്ഷെ നെയ്യിൽ കടുക് വറുത്ത് ചേർക്കുമ്പോഴത്തേക്കും ഈ രസത്തിന് ഒരു അടിപൊളി ടേസ്റ്റാണ്. നെയ്യ് നല്ലതുപോലെ ചൂടായിരുമ്പോൾ ഇതിലേക്ക് 3/4 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കണം. ഇനി ഇതിലേക്ക് 2 നുള്ളു ഉലുവയും കൂടി ഇട്ട് പൊട്ടിക്കാം. ഉലുവയും കടുകും പൊട്ടിക്കഴിയുമ്പോൾ ഇതിലേക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന 4 ഉണക്കമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് മൂപ്പിക്കണം. ഇതിലേക്ക് 2 നുള്ളു കായപ്പൊടിയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ മുളകും വേപ്പിലെല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം ഇത് റെഡിയാക്കി വെച്ചിരിക്കുന്ന രസത്തിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കടുക് വറുത്ത് ചേർത്തതിന് ശേഷം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. അവസാനം നമുക്ക് രസത്തിൻ്റെ മുകളിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കുറച്ച് മല്ലിയില തൂക്കി ഗാർണിഷ് ചെയ്യാം. ഇപ്പം നമ്മുടെ രുചികരമായ രസം റെഡിയായി കഴിഞ്ഞാൽ ഇത് ചോറിൻ്റെ ഒപ്പം അല്ലെങ്കിൽ വെറുതെ കുടിക്കാനൊക്കെ വളരെ ടേസ്റ്റിയാണ്. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യുക. വീണ്ടും ഇതുപോലുള്ള നല്ല അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. താങ്ക്